Hi friends, Oppo എന്ന് പറയുന്ന മലയാളികളുടെ ജനപ്രിയ ബ്രാൻഡ് പുതുതായിട്ട് ഒരു ഫോൺ ഇറക്കിയിട്ടുണ്ട്. Oppo K10 എന്നാണ് ആ ഫോണിന്റെ പേര്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് Oppo K10 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കിയപ്പോൾ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായത് ഓപ്പോയുടെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഫോണുകൾ വെച്ചിട്ട് നല്ല ഭേദപ്പെട്ട ഒരു സ്പെസിഫിക്കേഷനും നല്ലൊരു ട്രൂ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോണാണ് Oppo K10 എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോൺ ഓഫ്ലൈനായിട്ട്, അതായത് നമ്മുടെ ഷോപ്പുകൾ വഴിയൊക്കെ സെയിൽ വളരെ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈൻ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മെയിൻ എതിരാളി എന്ന് പറയുന്നത് വിവോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ വിവോയും ഒരു മാസം മുൻപ് ഓൺലൈനായിട്ടൊരു പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്തു, വിവോ T1 5G എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് കോമ്പറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വിവോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ T1 5G കാരണം ഓപ്പോ എന്ന് പറയുന്ന കമ്പനി ഡയറക്റ്റായിട്ട് റെഡ്മിയോ റിയൽമിയോ അല്ലെങ്കിൽ വൺ പ്ലസോ അല്ലെങ്കിൽ മറ്റ് ഇൻഫിനിക്സോ മോട്ടോറോ പോലുള്ള ബ്രാൻഡുകളായിട്ടൊന്നും കോമ്പറ്റീഷൻ ചെയ്യാറില്ല. അവരുടെ മെയിൻ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സാംസങ്ങും അതുപോലെ വിവോയുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും വിവോ T1 5G അത്രയ്ക്കൊന്നും എത്തില്ലെങ്കിൽ കൂടി ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഓപ്പോ ഫോണുകളിൽ നിന്നും നല്ല ഭേദപ്പെട്ട ഒരു സ്പെസിഫിക്കേഷനോട് കൂടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു K10 എന്നാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായത്. അപ്പോൾ നമുക്കിനി അധികം പറഞ്ഞു നീട്ടാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ റിവ്യൂ ഇറങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഫോൺ ഡിസൈൻ നോക്കുമ്പോൾ ഡിസൈൻ നല്ല ഭംഗിയുണ്ട്, നല്ല കാണാനൊക്കെ ലുക്ക് ഉണ്ട്. ഓപ്പോയുടെ ഫോണാണ്, സ്വാഭാവികമായിട്ടും ഡിസൈനിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഓപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. 2 കളർ വേരിയൻറ്റുകളിൽ ഫോൺ അവൈലബിൾ ആണ്. 189 ഗ്രാം മാത്രമേ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഓവർ വെയിറ്റ് ഉള്ള മോഡൽ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ വൈസും എനിക്ക് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഡിസൈനൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തർ ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഈ ഒരു ഡിസൈൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.59 ഇഞ്ചിൻ്റെ കുറച്ച് വലിയ സ്ക്രീനാണ് വരുന്നത്. അതൊരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഒന്നും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഓപ്പോ പോലുള്ളൊരു ബ്രാൻഡിൽ നിന്നും. അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട്, കാരണം ഓപ്പോയുടെ തന്നെ ഇതിനേക്കാളും പ്രൈസ് കൂടിയ ഫോണിനകത്ത് ഓഫ്ലൈൻ മാർക്കറ്റിനകത്ത് ഇപ്പോഴും LCD ഡിസ്പ്ലേ, അതായത് ഫുൾ HD അല്ലാത്ത ഡിസ്പ്ലേകളുള്ള ഫോണുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിവിടെ ഫുൾ HD+ ഡിസ്പ്ലേയും കൊടുക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് 90 ഹെർട്സിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റും കൊടുക്കുന്നുണ്ട്, 180 ഹെർട്സിൻ്റെ ടച്ച് റെസ്പോൺസ് റേറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ വൈസും ഓക്കെ ആണ്. അപ്പോൾ ഡിസൈനും ഡിസ്പ്ലേ വൈസും ഓക്കെ എന്ന് പറയാം. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് ഇറങ്ങുന്ന ഫോണാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ക്യാമറ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ റിയർ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ വീതം 2 ക്യാമറകൾ കൊടുക്കുന്നുണ്ട്, മാക്രോയും ബൊക്കയും. പിന്നെ 16 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. സെൽഫി നല്ല ക്യാമറ ആയിരിക്കും, പഞ്ചോളായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു 16 MP ഉള്ളതുകൊണ്ടും പിന്നെ ഓപ്പോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെതായ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടും സെൽഫി ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറ ആയിരിക്കും. ബാക്ക് ക്യാമറയും തിരക്കില്ലാത്തൊരു പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ക്യാമറയാണ് നിങ്ങളുടെ മെയിൻ ഉപയോഗം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ അധികം അങ്ങോട്ട് പുഷ് ചെയ്യരുത്. ഈ ഫോൺ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് മെയിൻ യൂസിങ് ക്യാമറയാണ്, നിങ്ങളുടെ മെയിൻ ഉപയോഗം ക്യാമറ, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഒരു ഫോൺ എടുത്തിട്ടും കാര്യമില്ല. എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിമം 20,000 രൂപയ്ക്ക് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു ബെറ്റർ ഔട്ട്പുട്ടുള്ള ഒരു ക്യാമറ ഫോൺസൊക്കെ മാർക്കറ്റിൽ കിട്ടുള്ളൂ. അത് ഉറപ്പാണ്. നമ്മൾ ഒരു ഓവറായിട്ട് എക്സ്പെക്ടേഷൻ ചെയ്തിട്ട് ഒരിക്കലും ഈ ഫോൺ എന്നല്ല ഏത് ഫോണായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി എടുക്കരുതെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഓക്കെയാണ്, ഡിസൈനും ഡിസ്പ്ലേയും ക്യാമറയും വരെയും ഓക്കെ എന്ന് പറയാം. ഒരു അബോവ് ആവറേജ് പെർഫോമൻസ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തായിട്ട് ഈ ഫോണിൻ്റെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ 680 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് വരുന്നത്. 4G ആണ്, 5G ഒന്നുമല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. T1 എന്ന് പറയുന്ന മോഡൽ 5G വരുന്നത്. 695 എന്ന് പറയുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റോട് കൂടി വരുന്ന മോഡലാണ് T1 എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സ്നാപ്ഡ്രാഗണിൻ്റെ 680 എന്ന് പറയുന്നത് മോശമൊന്നും പറയാൻ പറ്റില്ല, നല്ല സ്റ്റേബിളാണ്. അത്യാവശ്യം അപ്ഡേറ്റുകളും കാര്യങ്ങളും കിട്ടും, ലോങ് ലാസ്റ്റിങ്ങിനൊക്കെ പറ്റുന്ന ഒരു പ്രോസസ്സറാണ്. നല്ല രീതിയിൽ ഒരു അബോവ് ആവറേജ് എന്ന രീതിയിൽ തന്നെ ഗെയിം കളിക്കാനൊക്കെ പറ്റിയ ഒരു പ്രോസസ്സറാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പോയുടെ തന്നെ തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള പല ബ്രാൻഡുകളിൽ പല മോഡലുകളിൽ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഓപ്പോ പുറത്തിറക്കിയിട്ടുള്ള 20,000 രൂപയുടെ A96 എന്ന് പറയുന്ന ഫോണിനകത്ത് വരുന്ന ഒരു സെയിം പ്രോസസ്സർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ലൊരു പ്രോസസ്സറായിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇതൊരു LPDDR4X ടൈപ്പ് റാമാണ്, UFS 2.2 വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇവിടെ എനിക്ക് കുറവായിട്ട് പറയാനുള്ളത് ഈ ഒരു ഫോൺ ആൻഡ്രോയിഡ് വേർഷൻ 11 വരുന്നത്. കാരണം ആൻഡ്രോയിഡ് വേർഷൻ 12 എത്തേണ്ട സമയമായി. അതിപ്പോൾ വില കുറഞ്ഞ ഫോണായാലും വില കൂടിയ ഫോണായാലും ഒക്കെ 12 ഒക്കെ ഇറങ്ങിയിട്ട് എത്രയോ നാളായി. എന്തായാലും തീർച്ചയായിട്ടും ഒരു 12 തന്നെ അത് ഓൺ ദ ബോക്സ് ഈ ഫോൺ ഇറക്കിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കാര്യമായിരുന്നു. ഇതിപ്പോൾ ആൻഡ്രോയിഡ് 11 ഇറങ്ങി, 11 ഈ ഫോൺ ഇറങ്ങുന്നത്. ഒരു 2 മാസം കഴിഞ്ഞാൽ, ഒരു 1.5 മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് ഈ ഫോണിനകത്ത് ഓട്ടോമാറ്റിക് വരും. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലത്. ഇൻ ദ ബോക്സിൽ തന്നെ അവർ ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ആൻഡ്രോയിഡ് 11 കാലം കഴിഞ്ഞു.
ഇനി ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതിൽ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 5000 mAh ബാറ്ററിയുടെ ഭാഗത്ത് ഒന്നും പറയാനില്ല, നല്ല ബാറ്ററി ആയിരിക്കും. പക്ഷേ ഈ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്തൊക്കെ 18 വാട്ടോ ഒക്കെയുള്ള ചാർജിങ്ങാണ് വരാറുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പോൾ വേഗം ചാർജിങ് കയറും. പിന്നെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് 33 വാട്ട് എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് ഒരു മേഖലയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫോണിൻ്റെ ബാറ്ററിയുടെ ഭാഗത്ത് പറയാനുള്ളത്. ഈ ഫോൺ 2 വേരിയൻറ്റിലാണ് വരുന്നുണ്ട്. ഒന്ന് 6GB RAM 128GB വേരിയൻറ്റ്. അതിൻ്റെ റേറ്റ് 14,990 രൂപയാണ്. ഒരു 1000 ഡിസ്കൗണ്ടൊക്കെ എന്തെങ്കിലും കിട്ടും, 14,000 രൂപയ്ക്ക് ഫോൺ കിട്ടും. 8GB RAM 16,990 രൂപയാണ് റേറ്റ് വരുന്നത്. അവിടെയും ഒരു 1,000-1,500 രൂപയ്ക്ക് ഡിസ്കൗണ്ടൊക്കെ ഓഫറുകളും കാർഡ് ഓഫറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു 8GB RAM വേരിയൻറ്റ് ഒക്കെ ഒരു ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മുൻപ് ഇറങ്ങിയിട്ടുള്ള മറ്റു പല ബ്രാൻഡുകൾ ഫോണുകളെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നത്, എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതും പല ഫോണുകൾക്കതും ഇപ്പോൾ ഹൈബ്രിഡ് ആയിട്ട് വരുന്നുണ്ട്. ചില ഫോണിനകത്ത് മെമ്മറി കാർഡ് ഇടാനേ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ ബാക്കിയെല്ലാം കൊടുത്തിട്ടും അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുക്കുന്നുണ്ട്. ഒരു TV വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മെമ്മറി കാർഡ് സ്ലോട്ടിൻ്റെ കാര്യം, പിന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യം, ഡിസൈനും. ഇത് മൂന്നാണ് എനിക്ക് ഈ ഫോണിനകത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെടാത്ത കാര്യമൊന്നുമില്ല. ഓപ്പോയുടെ ഫോണാണ്, തീർച്ചയായിട്ടും ലോങ് ലാസ്റ്റ് യൂസിങ് നടക്കും. നമ്മൾ 2-3 കൊല്ലത്തേക്ക് പിന്നെ വേറെ ഫോൺ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പൊക്കോളും, കംപ്ലൈൻറ്റുകളൊന്നും വരാതെ ഇങ്ങനെ 4-5 കൊല്ലമൊക്കെ ഇങ്ങനെ പൊക്കോളും. അതാണ് ഈ ഓപ്പോ എന്ന് പറയുന്ന കമ്പനിയുടെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ആൻഡ്രോയിഡ് വേർഷൻ 12 ആക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെയാലും എന്താണ് നിങ്ങളുടെ ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്ന പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറും കാരണം കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫോണുകളൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആസ് എ ടെക്നീഷ്യൻ എന്ന നിലയ്ക്ക്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് തോന്നുന്നത്? ഇത് വിജയിക്കുമോ, അല്ലെങ്കിൽ ഇത് വേണ്ട രീതിയിൽ തന്നെ ഒരു ഹിറ്റായി മാറുമോ, അല്ലെങ്കിൽ പുതിയ ഫോണിൽ വരുന്നോ എന്നൊക്കെ നിങ്ങളുടെ ഒരു കാര്യമായിട്ടുള്ള ഒരു അഭിപ്രായം കമൻ്റായിട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്.